എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നാളെ അവസാനിക്കും. അതായത് നാളെ എന്ന് പറയുമ്പോൾ മെയ് 28-ാം തീയതി അവസാനിക്കുന്നതാണ്. അപ്പോൾ മെയ് 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. hscap.kerala.gov.in എന്നുള്ള ഈ ഒരു +1 ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് അപേക്ഷിച്ചതെങ്കിലാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യേണ്ടത്. VHSCയുടേതാണെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഹയർ സെക്കൻഡറി വിഭാഗം വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ജസ്റ്റ് ഈ ഒരു ഞാനിപ്പോൾ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കാണ്, അത് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റേതാണ് ഈ ഒരു ലിങ്ക്. അപ്പോൾ ഇതെല്ലാവരും അപേക്ഷിച്ചതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല കൂടി നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ ജില്ല കൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപേക്ഷയിൽ പ്രത്യേകിച്ച് എഡിറ്റൊന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ പ്രത്യേകിച്ച് എഡിറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സേവ് ചെയ്ത് ആപ്ലിക്കേഷനിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റും പിന്നീട് ചെയ്യേണ്ടതില്ല എങ്കിൽ മാത്രം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നാളെ, അതായത് മെയ് 28-ാം തീയതിക്കകം പിന്നീട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ നടത്തിയാൽ മതിയാകും. അപേക്ഷയിൽ ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ പ്രത്യേകിച്ച് എഡിറ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകുക. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാരൻസിൻ്റെ പേര്, അതുപോലെ നിങ്ങളുടെ ഈ ഒരു കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, ഇതുപോലുള്ള ഡീറ്റെയിൽസും അതുപോലെ അഡ്രസ്സ്, ഇതുപോലെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഏതൊക്കെ വിവരങ്ങളാണ് തിരുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു വിവരങ്ങളൊക്കെ തിരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും സേവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തിരുത്തിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സ്കൂൾ കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇന്ന ഓപ്ഷൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്കൂൾ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതേസമയം ഫസ്റ്റ് ഓപ്ഷൻ ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ് കൊടുത്തതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, താല്പര്യമുള്ള സ്കൂളിലും താല്പര്യമുള്ള കോഴ്സുകളിലും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവൂ. ഫസ്റ്റ് ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളായിരിക്കണം, അതുപോലെ ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുമായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാവൂ, ഇല്ലെങ്കിൽ നോ എന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം EWS സർട്ടിഫിക്കറ്റിനൊക്കെ റിസർവേഷൻ ഉണ്ട്. അഥവാ റിസർവ് സീറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിരിക്കും. എന്നാൽ ജനറൽ സീറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത് കറക്റ്റാണോ എന്നുള്ള പ്രിവ്യൂ പേജ് നോക്കി കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ഡീറ്റെയിൽസിൻ്റെ നേരെയും എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഒരു പെൻസിൽ ഐക്കണും അതുപോലെ ഒരു പച്ച കളറിലായിരിക്കും ആ ഒരു ബട്ടൺ കാണാൻ പറ്റുക. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം ഇതേ രീതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ ഒരു പച്ച കളറുള്ള പേജാണ്. അപ്പോൾ അതിവിടെ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. അതുപോലെ ഓരോ വിവരത്തിൻ്റെ നേരെയും ഇതുപോലെ ചെറിയൊരു പച്ച ബട്ടണും അതുപോലെ അവിടെ പെൻസിൽ ഐക്കണും ഒക്കെ കാണാം. എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് എന്തിൻ്റേതാണോ അതിൻ്റെ പേരും കാണാൻ പറ്റും. ഇപ്പോൾ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ ആയിരിക്കും അവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിവരങ്ങളാണോ എഡിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത്രയും ചെയ്ത എഡിറ്റ് മതി എന്നാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആപ്ലിക്കേഷനിൽ തെറ്റുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പച്ച പേജിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാകും. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത ശേഷം പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു കൺഫർമേഷൻ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തേർഡ് അലോട്ട്മെൻറ്റ് വരെ എഡിറ്റ് ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയ് 28 വൈകുന്നേരം 5 മണി വരെ സമയം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്താൽ മതി. അതുപോലെ താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് മെയ് 28 വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.